നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു രഹസ്യ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി പോയിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ എന്താണ് സംഭവിക്കുക? മൊബൈൽ അമിതമായിട്ട് ചൂടാകും, ബാറ്ററി പെട്ടെന്ന് തന്നെ തീരും, അതുപോലെ തന്നെ മൊബൈൽ ഹാങ് ആകാൻ തുടങ്ങും. അങ്ങനെ മൊബൈലിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തി വെക്കുക എന്നത് തന്നെയായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഉദ്ദേശം. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? പ്രത്യക്ഷത്തിൽ ഇത് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ ആപ്പ് നെയിമോ ഐക്കണോ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി കണ്ടുപിടിച്ചാൽ തന്നെ അതിൻ്റേതായ രൂപത്തിൽ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുമാത്രമല്ല, ഇതൊന്നും നമ്മുടെ അനുമതി ഇല്ലാതെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയി പോയതായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ മൊബൈൽ പ്രധാനമായിട്ടും എന്ത് സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും പേരും ഐക്കണും ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി പേരും ഐക്കണും ഇല്ലാത്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയും ചെക്ക് ചെയ്താൽ കാണാനും സാധിക്കില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ എവിടെയെങ്കിലും പേരും ഐക്കണും ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ പേരുമില്ല, അതിൻ്റെ ഐക്കണും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഓക്കെ, എന്നാൽ ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരും ഇവിടെ ഉണ്ട്, ഐക്കണും അവിടെയുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ കാണിച്ച ആപ്ലിക്കേഷൻ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ പേരും കാണുന്നില്ല, അതിൻ്റെ ഐക്കണും കാണുന്നില്ല. ഇത് വളരെയധികം അപകടകാരിയായ ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യരുത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്പ് സൈസ് ഇത്രയാണ്, പക്ഷേ ടോട്ടൽ സൈസ് അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റകളൊക്കെ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് സ്റ്റോർഡ് ആണ്. അത് ആദ്യം ക്ലിയർ ചെയ്യണം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിയർ കേച്ച് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന ഭാഗം കൂടി ക്ലിക്ക് ചെയ്യണം. സ്റ്റോറേജ് എടുത്തിട്ട് ക്ലിയർ ഡാറ്റ എന്ന ഭാഗം കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആപ്പ് സൈസും ടോട്ടൽ സൈസും ഒരേപോലെ ആയിരിക്കും. എന്നിട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അൺഇൻസ്റ്റാൾഡ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ കളയുക. ഇനി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ അറിയാതെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഇൻസ്റ്റാൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇൻസ്റ്റാ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ തന്നെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും. ഇതിൽ ക്രോം എന്ന ഭാഗം എനബിൾ ആണെങ്കിൽ അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. എല്ലാ മൊബൈലിലും ഇതുപോലെ ആയിരിക്കില്ല സെറ്റിങ്സ്. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മൊബൈലിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്ന ഭാഗമാണ്. അതും ഇതുപോലെ തന്നെ ഉള്ള ഓപ്ഷനാണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും. ഇതിൽ ക്രോം എന്ന ഭാഗം എനബിൾ ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം ക്രോമിലൂടെയാണ് നമ്മൾ അറിയാതെ എവിടെയെങ്കിലും ടച്ച് ചെയ്തു പോകുമ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയി വരുന്നത്. അത് നമുക്ക് ഈ ഒരു സെറ്റിങ്സിലൂടെ തടയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിലും ഞാൻ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. ഇനി അങ്ങനെ ഏതെങ്കിലും ആപ്പിൻ്റെ പേരോ ഐക്കണോ ഇല്ലാത്ത ആപ്ലിക്കേഷൻ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ കാണിച്ച പ്രകാരം തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആകാതിരിക്കാൻ ആ ഒരു സെറ്റിങ്സും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പല ആളുകളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തു തന്നെ ആയാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.